ഇപ്പോൾ സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പെർക്വിസിറ്റിൻ്റെ കേസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി സ്റ്റാർട്ട് ചെയ്ത ഒരു ഏരിയ ആണ്. അടുത്തത് പ്രൊവിഡൻറ്റ് ഫണ്ട് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നമ്മൾ എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എംപ്ലോയിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ പ്രൊവിഡൻറ്റ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് 4 ടൈപ്പായിട്ട് നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട് സാധാരണ കമ്പനീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടാണ്, SPF. ഇതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അത് സാലറിയിലേക്ക് എങ്ങനെയാണ് അത് ഭാഗമാവുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. സോ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ്. ആ നെയിമിൽ തന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ട പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എംപ്ലോയറും എംപ്ലോയിയും ഈക്വലി അല്ലെങ്കിൽ നമ്മളുടെ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ അല്ല. ഓക്കെ, ദെൻ രണ്ടാമത് എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് നോക്കുന്ന സമയത്ത് എംപ്ലോയർ കോൺട്രിബ്യൂഷനിൽ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ അല്ല. അതുപോലെ തന്നെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനിൽ വരുന്ന ഇൻട്രസ്റ്റും ടാക്സബിൾ അല്ല. ആൻഡ് ലംസം എമൗണ്ട് റിസീവ്ഡ് നോട്ട് ടാക്സബിൾ. ഇത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ നോക്കാനുള്ളത്. അവിടെ ടാക്സബിൾ പോർഷൻ അല്ല സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടെയാണ്. ഇതാണ് ആദ്യത്തെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ തിയറിയിലേക്കല്ല നമ്മൾ പോകുന്നത്, പ്രോബ്ലം ചെയ്യാനുള്ള പോർഷൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ അതെന്ത് ചെയ്യണം. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ RPF എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അതിൽ ഒരു ഓർഗനൈസേഷനിൽ 20 or more എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി എന്ന് പറയുന്നത് ടാക്സബിളായിട്ട് മാറും. അതുപോലെ എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5% ഈസ് ടാക്സബിൾ. 9.5% കൂടുതൽ എമൗണ്ട് നമ്മൾക്ക് ഫണ്ടിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 9.5% വരെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. അതിനും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാക്സബിളായിട്ട് മാറും. ഓക്കെ, ഇനി ലംസം എമൗണ്ട് റിസീവ്ഡ് നോട്ട് ടാക്സബിൾ പ്രൊവൈഡഡ് ദ എംപ്ലോയി ഹാസ് മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. ഓക്കെ, അപ്പോൾ അതിൽ ലംസം എമൗണ്ട് എന്ന് പറയുന്ന 5 കൊല്ലത്തിൽ കൂടുതൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്, സർവീസ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് ലംസം എമൗണ്ട് എന്നത്. ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലി റിസീവ് ചെയ്യുന്ന എമൗണ്ട്. ആ ഫൈനലി റിസീവ് ചെയ്യുന്ന എമൗണ്ട് ടാക്സബിളായിട്ട് മാറുന്നത്, അതർവൈസ് അത് ടാക്സബിൾ അല്ല. നെക്സ്റ്റ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് ഓർ URPF. ഇത് നോർമലി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്യാത്ത, അതായത് റെക്കഗ്നൈസ്ഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. URPF ആണെന്നുണ്ടെങ്കിൽ അത് നോർമലി പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് കീപ്പ് ചെയ്യുന്നത്. അതിൽ എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടാക്സബിൾ അല്ല, ഓർ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനും, അതായത് 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ടതുമില്ല, അതുപോലെ തന്നെ അത് ടാക്സബിളും അല്ല. അപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് വരുന്നില്ല. മറ്റേതൊക്കെ നമുക്ക് സാലറീൻ്റെ കൂടെ ആഡ് ചെയ്ത് ആൻഡ് ഫൈനലി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരുന്നു SPF ആൻഡ് RPF. അതാണ് 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞത്. ഇത് നമ്മൾ സാലറീൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു എഫക്റ്റും വരുന്നില്ല ഇതിന്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അതായത് എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷനിൽ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമായിട്ട് മാറും. ദെൻ ലംസം എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് നമുക്ക് അറ്റ് ദ ഫൈനൽ സ്റ്റേജിൽ നോക്കുന്ന സമയത്ത് എനി എമൗണ്ട് ഓഫ് ആനുവൽ അക്രീഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ
എമൗണ്ടിൽ ആനുവൽ അക്രീഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് ടാക്സബിൾ ആയിട്ട് മാറും. ദെൻ ലാസ്റ്റ് വൺ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് PPF. അത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഈ ഇയറിൽ കാണുന്നില്ല, എന്നാലും അതിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അവിടെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ പറയുന്നത് അത് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം 1968 പ്രകാരം കീപ്പ് ചെയ്യുന്ന പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് നോർമലി ഏതൊരാൾക്കും, അതായത് സാലറീഡ് ആയിട്ടുള്ള ഏതൊരു പേഴ്സണിനും ഓർ പെൻഷനേഴ്സിന് ഓർ സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മാൻ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ PPFൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ PPFൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് SBIയിൽ ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാകണം. ആൻഡ് അതിൽ നമുക്ക് 500 to 1,50,000 വരെ ഒരു ഇയറിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. ഇനി അത് 15 കൊല്ലത്തിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് ആ ഒരു ലംസം എമൗണ്ട് റിസീവ് ചെയ്യുള്ളൂ. ഇതാണ് PPF എന്ന് പറയുന്നത്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടല്ല, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. അതല്ലാതെ നോർമലി ഏതൊരു സാലറീഡ് ആയിട്ടുള്ള പേഴ്സണിനും ഏതൊരു പെൻഷനേഴ്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ATC ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടാവില്ല. ഇത് അങ്ങനെ ഒരു കമ്പനീൻ്റെ ബേസ് അല്ലാത്തതുകൊണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവാൻ വഴിയില്ല. അതായത് എംപ്ലോയർ എംപ്ലോയി എന്നുള്ളൊരു റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലായിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ PPF എന്ന് പറയുന്നത് എക്സെപ്റ്റഡ് ആണ്. ആൻഡ് ലംസം എമൗണ്ട് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ഇത്രയാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ. ഇതിൽ നമുക്ക് RPFും SPFൻ്റെ കേസസൊക്കെയാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടെ സാലറി എന്ന് പറയുമ്പം നമ്മൾ എടുക്കേണ്ടത് ബേസിക് പേ പ്ലസ് DA ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. ഇത്രയാണ്. ഫിക്സഡ് കമ്മീഷൻ അല്ല അവിടെ പറയുന്നത്, കമ്മീഷൻ ഓൺ ടേൺ ഓവർ ആണ് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് നോക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് മന്ത്ലി സാലറി 20,000, ഡിയർനെസ് അലവൻസ് 40%, 50% ഇൻക്ലൂഡബിൾ ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ അതിൽ സാലറി 20,000 ആണെങ്കിൽ 20,000ൻ്റെ 40% ആണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ 50% ആണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലേക്ക്. അതായത് ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എടുക്കുന്നത് ഈ 20%ൻ്റെ 20,000ൻ്റെ 40% കണ്ട് അതിൻ്റെ 50% ആയിരിക്കും DA എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടത്. ദെൻ ഡിറ്റർമിൻ ടാക്സബിൾ പോർഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻ ദ ഫോളോയിങ് കേസസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈച്ച് കോൺട്രിബ്യൂട്ടഡ് 14% സാലറി ടു RPF ആണ് ആദ്യത്തെ കേസ്. ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 11% ക്രെഡിറ്റഡ് ഓൺ 31st March 2025 ഫോർ ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇയർ 2024-25. RPF ബാലൻസ് 2 lakh. ഇതാണ് ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇത്രയും RPFൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ഓരോരോ കേസ് വെച്ചിട്ട് തന്നെ നോക്കാം. RPF ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറിയാണ് ടാക്സബിൾ ആയിട്ട് മാറുന്നത്. ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? എംപ്ലോയറും എംപ്ലോയിയും 14% വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ എക്സസ് ഓഫ് 12% എന്ന് പറയുമ്പം എക്സ്ട്രാ 2% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ടാക്സബിൾ ആയിട്ട് മാറും. അതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഓവർ 12%, അതായത് എക്സ്ട്രാ 2% ഓഫ് സാലറി. ഇനി ഇവിടെ സാലറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാലറി നമ്മൾ പറഞ്ഞു 20,000 മന്ത്ലി സാലറി ഉണ്ട്, പ്ലസ് ഡിയർനെസ് അലവൻസ് 40%, 20,000ൻ്റെ 40%, അതിൻ്റെ 50% കണ്ടാൽ 4,000 ഉണ്ടായിരിക്കും. 20,000ൻ്റെ 40% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 8,000 ഉണ്ടാകും. 8,000ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 4,000 ഉണ്ടായിരിക്കും. സോ 20,000 പ്ലസ് 4,000 24,000. അതിന് ഇയർലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 2,88,000 ഉണ്ടായിരിക്കും. ഈ 2,88,000ൻ്റെ 2% ആണ് നമുക്ക് സാലറി ആയിട്ട് എടുക്കുന്നത്. അതായത് 2,88,000ൻ്റെ 2% എന്ന് പറയുമ്പോൾ എത്രയാണോ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്കവിടെ എടുക്കേണ്ടത്. എക്സ്ട്രാ നമ്മൾ എംപ്ലോയർ കോൺട്രിബ്യൂഷനായിട്ട് എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. അതാണ് 5,760.
ദെൻ ഇൻട്രസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻ എക്സസ് ഓഫ് 9.5% ആണ് ടാക്സബിൾ. ഇവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 11% ആണ്. 9.5-നേക്കാൾ 1.5% കൂടുതലാണ്. RPF ബാലൻസ് 1 lakh ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മളെങ്ങനെ എടുക്കും? ഇൻട്രസ്റ്റ് ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5%. ഫണ്ട് ബാലൻസ് 2 lakh ആണ്. സോ 2 lakhൻ്റെ 1.5% കാണുക. 1.5% എന്ന് പറഞ്ഞാൽ 9.5-നേക്കാൾ 1.5 കൂടുതലാണ് 11 എന്ന് പറയുമ്പോൾ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള 1.5% ആണ് ടാക്സബിളായിട്ട് മാറുന്നത്. അതാണ് 3000 എന്ന് പറയുന്നത്. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 8760 ആണ് ഇവിടെ ടാക്സബിൾ പോർഷൻ ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ, എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ 12%-ൽ കൂടുതലാണോ, RPF ബാലൻസിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9.5%-ന് കൂടുതലാണോ. കൂടുതലാണെങ്കിൽ ആ എക്സ്ട്രാ നമ്മൾ ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ട് ടാക്സബിളായിട്ട് മാറുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂട്ടഡ് 15% ഓഫ് സാലറി ടു ആൻ URPF. ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 12% ഈസ് ക്രെഡിറ്റഡ് ആനുവലി. ഇനി URPFൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതർ സോഴ്സിലാണ് നമ്മൾ എടുക്കുന്നത്. ലംസം എമൗണ്ട് ടാക്സബിൾ ആണ് ആനുവൽ അക്രേഷനുള്ള സമയത്ത് മാത്രം. അപ്പോൾ അതിലെന്താ നോക്കും? Contribution to URPF is not taxable year to year and it will become taxable only when the fund is recognized or the amount is paid back to the employee. അപ്പോൾ മാത്രമാണ് ടാക്സബിളായിട്ട് മാറുന്നത്. അപ്പോൾ അതിനിവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. URPF അത് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിലും അതൊന്നും ടാക്സബിൾ അല്ല. ഇനി അടുത്ത കേസ്, both the employer and employee contributed 12% salary to RPF and interest at the rate of 8.5% is credited to the fund. ആ കേസിൽ എന്താ, എംപ്ലോയറും എംപ്ലോയിയും 12% വരെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ് ടു 12% വരെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ടാക്സ് ലൈബിലിറ്റി വരുന്നില്ല. എക്സസ് ഓഫ് 12% ആണെങ്കിൽ മാത്രമേ ടാക്സ് ലൈബിലിറ്റി വരുള്ളൂ. അപ്പോൾ അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. ഇനി ഇൻട്രസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ 8.5% ആണ്. ഇൻ എക്സസ് ഓഫ് 9.5% ആണെങ്കിലേ ടാക്സബിളായിട്ട് മാറുന്നുള്ളൂ. സോ ഇതിൽ ഇൻട്രസ്റ്റും എംപ്ലോയർ കോൺട്രിബ്യൂഷനും രണ്ടും ടാക്സബിൾ അല്ല. ഇതാണ് ഇതിൽ വരുന്ന ഈ ഒരു RPFൻ്റെ കേസാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ദെൻ URPF ടാക്സബിൾ അല്ല, SPFൻ്റെ കേസും PPFൻ്റെ കേസും. ഇത്രയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്.